നെടുമങ്ങാട് കരകുളം എഞ്ചിനീയറിംഗ് കോളേജിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു. മൃതദേഹം കോളേജ് ഉടമയുടേതാണെന്ന സംശയം ബലപ്പെടുകയാണ്. കോളേജ് ഉടമ മുഹമ്മദ് അസീസ് താഹയുടെ മൊബൈലിൽ നിന്നും ഒരു കുറിപ്പ് കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. സാമ്പത്തിക പ്രശ്നമുണ്ടെന്നും ആത്മഹത്യ ചെയ്യുമെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. കുറിപ്പിന് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്നും ഫോൺ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. അതേസമയം മൃതദേഹം ആരുടേതെന്ന് അറിയാനായി പോലീസ് DNA പരിശോധന നടത്തും. DNA പരിശോധനാ ഫലം ലഭിച്ച ശേഷമാകും തുടർ നടപടികൾ ഉണ്ടാവുക. കൂടുതൽ ദൃക്സാക്ഷികളുടെ മൊഴിയും പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. മരിച്ചത് കോളേജ് ഉടമ മുഹമ്മദ് അസീസ് താഹയാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇയാളുടെ മൊബൈലും കണ്ണടയും ചെരുപ്പും സംഭവ സ്ഥലത്തു നിന്നും പോലീസിന് ലഭിച്ചിരുന്നു. പെട്രോൾ കൊണ്ടുവന്ന ക്യാനിന്റെ അടപ്പ് മൃതദേഹത്തിനടുത്തു നിന്നും കണ്ടെത്തിയിരുന്നു. ഫോൺ ചാരിവെച്ച് ആത്മഹത്യ ചിത്രീകരിക്കാൻ ശ്രമം നടത്തിയതായും പോലീസ് സംശയിക്കുന്നുണ്ട്. ഇന്നലെയാണ് PA അസീസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പണി നടക്കുന്ന ഹാളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. മരിച്ചത് കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൾ അസീസ് താഹയുടേതാകാനാണ് സാധ്യതയെന്ന് മന്ത്രി GR അനിൽ ഇന്നലെ അറിയിച്ചിരുന്നു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും കടബാധ്യതയുള്ളതായി ഉടമ തന്നോട് പറഞ്ഞിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. കടബാധ്യതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കോളേജ് സന്ദർശിക്കാമെന്ന് മറുപടി നൽകിയെങ്കിലും വയനാട് തിരഞ്ഞെടുപ്പും മറ്റ് തിരക്കുകളും കാരണം എത്താനായില്ലെന്നും മന്ത്രി ഇന്നലെ അറിയിച്ചിരുന്നു.